പാർട്ട് 2 എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല്. അപ്പൊ എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് ഒരു പാർട്ട് 1 മാത്രം എഴുതിയാൽ മതി. സപ്പോസ് അത് ഒരു എന്താ പറയാ ചെറിയ മാർക്കിനുള്ളതാണ്. അതേ സമയം ഒരു പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ ഉള്ള സബ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ കോമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം 3 പറഞ്ഞു. ഇൻഫറൻസ് എൻജിൻ, നോളേജ്, അവിടെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഈ ഷെല്ല് എന്താണെന്നും ഈ പറയുന്ന നോളജ് എഞ്ചിനീയർ, അക്വസിഷൻ ടെക്നിക്സ്, ഇതൊക്കെ ആ എസ്സേയിലും പ്രൊവൈഡ് ചെയ്യാം. കാരണം എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ടേംസും എന്താന്ന് അറിഞ്ഞിരിക്കുക. പറയുന്നത് അതുപോലെ തന്നെ എഴുതി വെക്കണം എന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നോളേജ് എഞ്ചിനീയറിംഗിൽ എന്തൊക്കെയാണ് പറയുന്നത്. നോളേജ് എഞ്ചിനീയറിംഗും നോളേജ് എഞ്ചിനീയറും വ്യത്യാസം. നോളേജ് എഞ്ചിനീയർ ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് നോളേജ് എഞ്ചിനീയറിംഗ്. ഓക്കെ, നോളേജ് എഞ്ചിനീയറിംഗ് AI ഒരു ഫീൽഡും കൂടിയാണ്. ഓക്കെ, field of AI that tries to emulate the judgment and behavior of a human experts in a given field. ഒരു പ്രത്യേക ഡൊമൈനില് ഒരു ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതിനെ കൺവെർട്ട് ചെയ്യുക, ഒരു സിസ്റ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ AI ഫീൽഡിനെയാണ് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. Knowledge engineering is the technology behind the creation of expert systems to assist with issues related to their programmed field of knowledge. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ ബിഹൈൻഡ് ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ നോളജ് എഞ്ചിനീയറിംഗ്. അപ്പൊ നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമാവില്ല, ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള അക്വിസിഷനും ഒക്കെ വരും. കാരണം അത് നടന്നാലേ ഇത് നടക്കുള്ളൂ. എക്സ്പേർട്ട് സിസ്റ്റംസ് ഇൻവോൾവ്ഡ് എ ലാർജ് ആൻഡ് എക്സ്പ്ലൈനബിൾ നോളേജ് ബേസ്ഡ് integrated with a rule engine that specifies how to apply information in the knowledge base to each particular situation. ഓരോ സിറ്റുവേഷനിലും നോളേജ് ബേസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പ്ലൈനബിൾ AI എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ്. പല നോളേജുകളുണ്ട് പെട്ടെന്നൊരു ഉത്തരത്തിന് അത് എന്തുകൊണ്ട് എന്ന് വിശകലനം ചെയ്യാൻ. അപ്പൊ എന്താണെന്നറിയോ, ഒരു പ്രത്യേക വേയിലൂടെ പോകുന്ന നോളജ് മാത്രം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ പോരാ. നമുക്ക് ഒരു നേർരേഖ റിസൾട്ട് മാത്രം പോരാ. അതെങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ദിശയിലൂടെ പോയിട്ട് അവിടുന്ന് അവലോകനം ചെയ്ത് അങ്ങനെ അതായതുകൊണ്ട് ഇതിങ്ങനെ, ഇത് മാത്രമല്ല മറ്റു വഴിയിലൂടെ പോകുമ്പോഴും അത് അങ്ങനെയായിരുന്നു നമ്മൾ പറയല്ലോ. അപ്പൊ ഇതിനൊരു സ്ട്രൈറ്റ് ലൈൻ വേ പാത്ത് ഇല്ല. അതൊരു ട്രീ സ്ട്രക്ചർ പോലെയോ മാപ്പ് പോലെയോ ഒക്കെയാണ്. അതായത് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. അവിടുന്നൊക്കെ നമ്മള് അതുകൊണ്ട് സോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു നോളേജിനെ എക്സ്പ്ലൈനബിൾ നോളേജ് കൂടി ചെയ്യാൻ വേണ്ട വിധത്തിൽ നമ്മൾ അക്വയർ ചെയ്ത് അവിടെ കോഡ് ചെയ്ത് വെച്ച്, അപ്പൊ അതുകൊണ്ടാണ് ഒരു ജഡ്ജി ഒരാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവിടെ മനുഷ്യത്വം ഒക്കെ ഒരു പരിഗണനയിൽ വരും. അപ്പോ അയാളുടെ മുൻകാലങ്ങളിലെ കാര്യം അല്ലെ, അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ എക്സ്പെർട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഇതിലെ ഭാഗമാണ്. എക്സ്പേർട്ട് സിസ്റ്റംസ് ഇൻവോൾവ് എ ലാർജ് ആൻഡ് എക്സ്പ്ലൈനബിൾ നോളേജ് ബേസ് ഇന്റഗ്രേറ്റഡ് വിത്ത് എ റൂൾസ് involved a engine, okay, with a rules engine that specify how to apply information in the knowledge base to each particular situation. The system may also incorporate machine learning so that they can learn from experience in the same way that human. ഇനി നോളേജ് എഞ്ചിനീയറിംഗിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്നുള്ള ഫീൽഡ് എങ്ങനെയാണ് എത്തുന്നത്?
AI എന്ന് പറയുന്നത് ഹ്യൂമൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സിസ്റ്റം ചെയ്താൽ അത് AI ആയി. അതേസമയം ഒരിക്കൽ AI ഇങ്ങനെ പെരുമാറി, അതേസമയം അതുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു കാര്യം വരുമ്പോൾ AI ഇങ്ങനെയും കൂടെ പെരുമാറണം എന്ന് AI സ്വയം പഠിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അവിടെയാണ് മെഷീൻ ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ മെഷീൻ ലേണിംഗ് ആണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള തുടർ പഠനം. Expert systems are used in various fields including healthcare, customer service, financial service, manufacturing and law. ഈ എല്ലാ മേഖലകളിലും AI ഇന്ന് വന്നിട്ടുണ്ട്, അതായത് എക്സ്പെർട്ട് സിസ്റ്റംസ് വന്നിട്ടുണ്ട്. സയന്റിസ്റ്റ് ഒറിജിനലി അറ്റംപ്റ്റഡ് നോളജ് എഞ്ചിനീയറിംഗ് ബൈ ട്രെയിൻ. സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് എഞ്ചിനീയറിംഗ് ഈ ഒരു ഫീൽഡ് ക്യാച്ച് ചെയ്ത് ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? റിയൽ എക്സ്പേർട്ടുകളെ എമുലേറ്റ് ചെയ്യാൻ വേണ്ടി. യൂസിങ് ദ വിർച്വൽ എക്സ്പേർട്സ് was supposed to get you the same answer as you get it from a human expert. ഒരു ഹ്യൂമൻ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും കിട്ടും. കാരണം ഒരു എക്സ്പെർട്ടിന്റെ നോളജ് മാത്രമല്ല, പല എക്സ്പെർട്ടുകളുടെ നോളജിന്റെ ഒരു യുണീക് സ്പേസ് ആണ്. അപ്പോൾ ദിസ് അപ്രോച്ച് വാസ് കാൾഡ് ദ ട്രാൻസ്ഫർ അപ്രോച്ച്. അതായത് ഒരു ഹ്യൂമൻ എക്സ്പെർട്ടുകളെ ഒരു സിസ്റ്റത്തിലേക്ക് വിർച്വൽ എക്സ്പെർട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ അപ്രോച്ച് എന്ന് പറയാം. ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. However, the expertise that a specialist required to answer questions or respond to issues posed to it needed too much collateral language. അതാണ്, സോറി, ലാംഗ്വേജ് അല്ല, നോളജ്. കൊളാറ്ററൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോട്ട് സെൻട്രൽ ടു ദ ഗിവൺ ഇഷ്യൂ. അതായത് ആ ഒരു ഇഷ്യൂവിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള വൺ വേ അല്ല, അത് വൺ വേ സ്ട്രൈറ്റ് പാത്ത് അല്ല. അത് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ നോളജിനെയാണ് കൊളാറ്ററൽ നോളജ് എന്ന് പറയുന്നത്. A surprising amount of collateral knowledge is required to enable analogous reasoning and non-linear thought. ലീനിയർ എന്ന് പറഞ്ഞാൽ നേർരേഖ, നോൺ ലീനിയർ ചിന്തയ്ക്കും അനലോഗസ്, അതായത് അതുപോലെ ആ രീതിയിൽ ഉപമ മിക്സ് ചെയ്തിട്ടുള്ള റീസണിങ്. ഒരു ഇഷ്യൂ ഇങ്ങനെയാണെങ്കിൽ അതേ ഇഷ്യൂവിനെ എഴുതി വെക്കണമെന്നില്ല. റിലേറ്റഡ് ഇഷ്യൂസിന് ഇതും കൺക്ലൂഷനായിട്ട് വരാം എന്ന് പറയുന്ന രീതിയിലുള്ള റീസണിങ്ങിനെയാണ് അനലോഗസ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഇതിന് എന്ത് വേണം? കൊളാറ്ററൽ നോളജ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന നോളജ്. അപ്പോൾ ഒരു സെൻട്രൽ ടു ദ ഇഷ്യൂ നോളജ് അല്ല. they need a surprising amount of collateral knowledge for providing explanation. Okay. അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റിന് അത്രയും നോളജ് വേണം. ഒരു ചെറിയ എമൗണ്ടിൽ നിന്ന് നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നോളജ് ബേസ് എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നല്ല റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിരിക്കും വിർച്വൽ എക്സ്പെർട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഹ്യൂമൻ എക്സ്പെർട്ടുകളെ വിർച്വൽ എക്സ്പെർട്ടാക്കി ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് ട്രാൻസ്ഫർ അപ്രോച്ച്. അപ്പൊ അവർക്ക് അപ്പൊ ഒരു ഹ്യൂമൻ ജഡ്ജ് ചെയ്യുന്ന ഹ്യൂമന്റെ ബ്രെയിൻ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം. സോ ആ നോളജിനെയാണ് കൊളാറ്ററൽ നോളജ് എന്ന് പറയുന്നത്. Currently, a modeling approach is used where the same knowledge and process need not necessarily be used to reach the same conclusion for a given question or issue. നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വേ ആയിരിക്കില്ല മറ്റൊരു സിറ്റുവേഷനിലുള്ള ആൻസറിങ്ങിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നത്. അതും ഈ കൊളാറ്ററൽ ലാംഗ്വേജിന്റെ പ്രത്യേകത, നോളജിന്റെ. Eventually, it is expected that knowledge engineering will produce a specialist that surpasses the ability of its human counterparts. ഒരു ഹ്യൂമന്റെ
എന്താണ് അതിജയിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു നോളേജ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഓഫ് AI അല്ലെങ്കിൽ ടെക്നോളജി ബൈ നോളേജ് എഞ്ചിനീയറിന് കഴിയും. നോളേജ് എഞ്ചിനീയർ ഇങ്ങനെ കോഡ് ചെയ്തൊക്കെ വെക്കുന്നുള്ളൂ. പക്ഷെ ഇവര് സ്വയം ഒരു എക്സ്പീരിയൻസ് ലേണിംഗ്, മെഷീൻ ലേണിംഗിലേക്കൊക്കെ വരും വരും. ആ സമയത്ത് ഒരു ഹ്യൂമൻ എക്സ്പെർട്ടിനേക്കാൾ ചിന്തിക്കാനുള്ള കഴിവ് ഇവർക്ക് വരും. സോ അവിടെയാണ് ജനറേറ്റീവ് AI ഉത്ഭവം വരിക. ഓക്കെ, അപ്പൊ ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വേ ഓഫ് ഹിസ്റ്ററിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നോളേജ് അക്വിസിഷൻ. നോളേജ് അക്വിസിഷൻ ഇസ് ദ ഗാദറിംഗ് ആൻഡ് കളക്ടിങ് നോളേജ് ഫ്രം വേരിയസ് സോഴ്സസ്. വേരിയസ് സോഴ്സിൽ നിന്നുള്ള നോളേജ് കളക്ഷൻ, ഡാറ്റ കളക്ഷൻ ആണ് നോളേജ് അക്വിസിഷൻ. It is the process of adding new knowledge to the knowledge base and refining or improving knowledge that was previously acquired. അതാണ് വേറൊരു ഇഷ്യൂ. അതായത് ജസ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നോളജ് അക്വിസിഷൻ. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആൾറെഡി ഉള്ള നോളജ് ബേസിലേക്കാണ് ഈ കളക്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുക. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആൾറെഡി ഉള്ള നോളജ് ബേസിനെ ഇംപ്രൂവ് ചെയ്യണം, റിഫൈൻ ചെയ്യണം. Okay, acquisition is the process of expanding the capability of a system or improving its performance at some specified task. ചില ടാസ്കിലെ ഇംപ്രൂവ്മെന്റ്സ് എവിടുന്നാ വരിക? നോളജ് കൂടുന്നതിനനുസരിച്ചാണ് ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ അക്യൂസിഷൻ എന്താണ് ചെയ്യുന്നത്? എക്സ്പാൻഡിങ് ദ നോളജ് ആണ്, കാപ്പബിലിറ്റി ഓഫ് ദ സിസ്റ്റം ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഗോൾ ഓറിയന്റഡ് ക്രിയേഷൻ. അപ്പൊ വെറുതെ ചുമ്മാ കിട്ടുന്ന നോളജ് ഒക്കെ അങ്ങനെ ഇഫ് ദെൻ എൽസ് റൂൾസ് ആയിട്ട് ഇട്ടാ പോരാ, ഡൊമൈൻ ഏതാന്ന് നോക്കിയാലും പോരാ, ഗോൾ ഓറിയന്റഡ് ക്രിയേഷൻ ആയിരിക്കണം. അതായത് സിസ്റ്റം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള നോളജുകളാണ് പിന്നെയും പിന്നെയും ആഡ് ചെയ്യേണ്ടത്. അതേപോലെ റിഫൈൻമെന്റ് നോളജ് ആയിരിക്കണം. അക്വയർഡ് നോളജ് മേ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും? ഫാക്ട്സ് ഉണ്ടാവും, പുതിയ ഫാക്ട്സ് ആൾറെഡി ഉള്ളതിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ. റൂൾസ് ഉണ്ടാവും, കോൺസെപ്റ്റ്സുകൾ ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഹ്യൂറിസ്റ്റിക്സ് ഉണ്ടാവും, ഫോർമുലാസ്, റിലേഷൻഷിപ്പ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എനി അതർ യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഇതൊക്കെ എന്താണ്? നോളജ് അക്വിസിഷൻ വഴി കിട്ടുന്ന നോളജുകളാണ്. ഇവരെ നമ്മൾ പറയുന്ന റൂൾസിൽ, ഇഫ് ദാറ്റ് റൂൾ ആണെങ്കിൽ അങ്ങനെ, സെമാൻറ്റിക് നെറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, ഫ്രെയിം ആണെങ്കിൽ അങ്ങനെ നമ്മൾ കോഡ് ചെയ്യണം. ഓക്കെ, source of these knowledge may be experts in the domain of the interest. അതായത് ഏതാണോ ഡൊമൈൻ അവിടെയുള്ള ഹ്യൂമൻ എക്സ്പെർട്ടുകളാവാം, ടെക്സ്റ്റ് ബുക്കുകളാവാം, ടെക്നിക്കൽ പേപ്പേഴ്സുകളാവാം, ഡാറ്റാബേസ് റിപ്പോർട്ട്സുകളാവാം, ജേർണൽസ് ആവാം, അതർ എൻവയോൺമെന്റ്സ് ആവാം. ഇത് നമ്മളുടെ ചുറ്റുപാടുള്ള ഫീൽഡ് വർക്കുകൾ. ഇതിൽ നിന്നൊക്കെ നമുക്ക് സോഴ്സുകൾ ഇവരാണ്. കിട്ടുന്ന നോളേജുകൾ ഏത് ടൈപ്പിലുള്ളതാണെന്നാണ് നേരത്തെ പറഞ്ഞത്. ഫാക്ട്, റൂള്, പ്രൊസീജിയർ, ഫോർമുല, റിലേഷൻ, അങ്ങനെയുള്ള നോളേജുകൾ ഈ പറയുന്ന സോഴ്സുകളിൽ നിന്ന്. ഓക്കെ, ഇനി നോളജ് അക്വിസിഷൻ എന്താണ്? എപ്പോഴെങ്കിലും ഒരിക്കൽ നടക്കുന്ന പരിപാടിയില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇസ് സ്പ്രെഡ് ഓവർ എൻ്റയർ ലൈഫ് ടൈം. അപ്പൊ നോളേജ് എഞ്ചിനീയർ തുടക്കത്തിൽ എന്നിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവിടെ വെച്ചാൽ പോരാ, ഇയാൾക്ക് എന്നും പണിയുണ്ട്. ഓക്കെ, അക്വിസിഷൻ ലൈഫ് ടൈം നടക്കുന്ന കാര്യമാണ്. എക്സാമ്പിൾ ഓഫ് നോളജ് അക്വിസിഷൻ ഈസ് മെഷീൻ ലേണിംഗ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെഷീൻ ലേണിംഗ് ആണ് നോളജ് അക്വിസിഷന് ഒരു എക്സാമ്പിൾ. അതായത് അവര് പുതിയ പുതിയ, അതായത് വർക്ക് ചെയ്യുന്തോറും അവർക്ക് ന്യൂ ന്യൂ നോളജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് മേ ബി ദ പ്രോസസ് ഓഫ് ഓട്ടോണോമസ് നോളജ് ക്രിയേഷൻ ഓർ റിഫൈൻമെന്റ് ത്രൂ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അപ്പോൾ ഈ നോളേജ് അക്വിസിഷനെ ഓട്ടോമേറ്റ് ചെയ്ത സംഭവമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയാം. The newly acquired knowledge should be integrated with existing knowledge in some meaningful way. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. വെറുതെ എന്തെങ്കിലും നോളേജ് കിട്ടി അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ആൾറെഡി ഉള്ളതിനെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഇടപിടിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിരിക്കണം പിന്നെയും പിന്നെയും
വിട്ടുവെക്കേണ്ടത്. ഓക്കെ, ദ നോളജ് ഷുഡ് ബി ആക്യുറേറ്റ്, നോൺ റിഡൻഡന്റ്, അതാണ് റിപ്പീറ്റേഷൻ ഉണ്ടാവരുത്, ആക്യുറേറ്റ് ആവണം, കൺസിസ്റ്റന്റ്, അതായത് ആൾറെഡി ഉള്ളതിന്റെ എന്താണ് നിലനിർത്തിയിട്ട് വേണം. ഓക്കെ, ആൻഡ് ഫെയർലി കംപ്ലീറ്റും ആയിരിക്കും, പാർഷ്യൽ ആവാൻ പാടില്ല. Knowledge acquisition supported the activities like entering the knowledge, maintaining the knowledge base. Knowledge enter ചെയ്യുക ആൻഡ് നോളജ് ബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് അക്യൂസിഷൻ പ്രോസസ്സ്. സോഴ്സുകളിൽ നിന്ന് ഈ പറയുന്ന ടൈപ്പിലുള്ള നോളജുകൾ എടുക്കുന്നു, ഈ പറയുന്ന ഫോർമാറ്റിൽ എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് നോളജ് ബേസിനെ റിഫൈൻ ചെയ്യും. അപ്പൊ അത് നോളജ് അക്യൂസിഷൻ ആണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന്റെ ബാക്കി പത്രമായിട്ട് സിസ്റ്റം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹ്യൂമൻ എക്സ്പെർട്ടുകളുടെ വിർച്വൽ എക്സ്പെർട്ട് ട്രാൻസ്ഫറിങ് നടക്കുന്നു. അതിന് നോളജ് എഞ്ചിനീയറിംഗ് എന്നും, ഇതെല്ലാം ചെയ്യുന്നത് നോളജ് എഞ്ചിനീയർ. അപ്പൊ നോളജ് എഞ്ചിനീയറുടെ ഒരു ജോലിയാണ് നോളജ് അക്വിസിഷൻ, മറ്റൊരു ജോലിയാണ് നോളജ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി ദ നോളജ് എഞ്ചിനീയറിംഗ് പ്രോസസ് ആൾസോ സെറ്റ്സ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കണം, അതായത് എപ്പോഴും മാറ്റം സ്വീകരിക്കുന്ന രീതിയിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കണം. ഫോർ എക്സിസ്റ്റിംഗ് നോളജ് ടു റിഫൈൻ ദ നോളജ്, ആൾറെഡി ഉള്ള നോളജിൽ നിന്ന് റിഫൈൻ ചെയ്യുന്ന നോളജിലേക്ക്. അപ്പോൾ എപ്പോഴും മാറ്റം സംഭവിക്കുന്ന ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിലായിരിക്കണം നോളജ് ബേസ് അല്ലെങ്കിൽ അക്വിസിഷൻ നടത്തേണ്ടത്. The role of knowledge engineering is also very important with respect to the develop the refinement of knowledge. ഒരു നോളജിനെ റിഫൈൻ ചെയ്യുന്നതിന് നോളജ് എഞ്ചിനീയർക്കും നല്ലൊരു റോൾ ഉണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് ഈ നോളജ് എഞ്ചിനീയർ ആണ്. Okay. Knowledge engineer may be the professionals who elicit knowledge from expert. എക്സ്പെർട്ടിൽ നിന്ന് എടുക്കുന്നു, അതാണ് നോളജ് അക്വിസിഷൻ. പിന്നെ അതിനെ കോഡ് ചെയ്യുന്നു, പിന്നെ അതിനെ നോളജ് ബേസിൽ ഇടുന്നു, നോളജ് ബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്രയും പോർഷൻ എവിടെയാണ്? നോളജ് അക്വിസിഷൻ ആണ്. പിന്നെ വരുന്ന ആ ഒരു ഓട്ടോമേഷൻ ആണ് എന്ത്? ഒരു തിരിഞ്ഞെടുക്കുക, എന്നിട്ട് മറ്റേ എക്സ്പെർട്ടിനെ വിർച്വലായിട്ട് കൊണ്ടുവരിക, അതാണ് നോളജ് എഞ്ചിനീയറിംഗ്. ദേ ഇന്റഗ്രേറ്റ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ് ലൈക്ക്, സോഴ്സുകൾ ഏതൊക്കെയാന്ന് നമുക്ക് പറയാം, എന്തൊക്കെ ടൈപ്പ് ഡാറ്റ കിട്ടുമെന്ന് അറിയാം, അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എഡിറ്റ് കോഡ്, then operate the various interactive tools and build the knowledge base. അതായത് ഇനിയിപ്പോ ഇതിന് ഈ നോളജ് അക്വിസിഷന് പല ടെക്നിക്കുകളുണ്ട്, അതുപോലെ പല ടൂൾസ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നോളജ് എഞ്ചിനീയർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോഴ്സിൽ നിന്ന് ഇന്ന പറഞ്ഞ ഡാറ്റകൾ കിട്ടുന്നു, അവരെ ഈ പ്രത്യേക സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു, അതിൽ പോസ്റ്റ് ചെയ്യുന്നു, അതിനെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നോളജ് അക്വിസിഷനിൽ ഇത്രയും കാര്യം വരുന്നുണ്ട്. അതിനുശേഷം നടക്കുന്നതാണ് നോളജ് എഞ്ചിനീയർ. ഇനി അക്വിസിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇന്റർവ്യൂ തന്നെയാണ്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെനി ടെക്നിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു ഡെഡ്യൂസ് നോളജ് ഫ്രം എൻ എക്സ്പെർട്ട്. ദേ ആർ ടേംഡ് ആസ് നോളജ് അക്വിസിഷൻ ടെക്നിക്സ്. ദ മോസ്റ്റ് കോമൺ knowledge acquisition technique is face-to-face interview. Interview is very important technique which must be planned carefully. നന്നായിട്ട് പ്ലാൻ ചെയ്ത വ്യക്തമായ ടൈമിങ്ങിൽ നമുക്ക് വേണ്ട എല്ലാ നോളജും അതിന് ക്യാപ്ചർ ചെയ്യാം. വെരിഫൈഡ് ആൻഡ് വാലിഡേറ്റഡ് ആയിരിക്കണം. സം കോമൺ വേരിയേഷൻസ് ഓഫ് ആൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആർ ടാക്ക് ത്രൂ, ടീച്ച് ത്രൂ ആൻഡ് റീഡ്. The knowledge engineer slowly learn about the problem, then can build a representation of the knowledge. വെൽ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ നോളജ് എഞ്ചിനീയർ പതുക്കെ അത് പഠിച്ച് പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതർ ടെക്നിക്കുകളിൽ പെട്ടതാണ് ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്. അതായത് മാപ്പ്, ഡയഗ്രാം, ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതായത് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് നോളജിന് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക.
മെട്രിക്സ് ബേസ്ഡ്, അതായത് ഗ്രിഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ ഐറ്റംസ്, അതായത് പ്രോബ്ലംസ് പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് മെട്രിക്സ് ബേസ്ഡ്. ഹൈറാർക്കി ജനറേഷൻ ടെക്നിക്കിൽ പെട്ടതാണ് ട്രീ പോലെയുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇനി പ്രോട്ടോകോൾ അനാലിസിസും ഉണ്ട്, പ്രോട്ടോകോൾ ജനറേഷനും ഉണ്ട്. അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നോളേജ് പല ടൈപ്പ് ഉണ്ട്. ഗോൾ ആവാം, ഒരു ഡിസിഷൻ നോളേജ് ആവാം, ഒരു റിലേഷൻഷിപ്പ് നോളേജ് ആവാം. അതാണ് അനാലിസിസ് ടെക്നിക്ക്, പ്രോട്ടോകോൾ ബേസ്ഡ് അനാലിസിസ്. ഇനി പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്കിൽ പെട്ടതാണ് ഇന്റർവ്യൂ എന്നുള്ളത് തന്നെ പല ടൈപ്പ്. സ്ട്രക്ചേർഡ് ഉണ്ട്, സെമി സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ്. അപ്പോൾ ഇത്രയും ടെക്നിക്സ്. ഓക്കെ. ഇനി അതിനെ പിന്തുടർന്ന് വരുന്നത് തന്നെയാണ് പിന്നെ എന്താ പറയാ, എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് വരുന്നുണ്ട്. നോളേജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഇങ്ങനെ. അതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് തീരും. പക്ഷെ അത് നെക്സ്റ്റ് ഇതിലേക്കാണ് പോകുന്നത്.